എല്ലാവർക്കും ജസ്നസ് കുക്ക് ബൈറ്റ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി പരിചയപ്പെടാം. അരിപ്പൊടിയും കടലമാവും പിന്നെ കുറച്ച് പച്ചക്കറികളും ചേർത്തിട്ടുള്ള സൂപ്പർ ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി. ഇതിൽ നമുക്ക് എന്ത് പച്ചക്കറി വേണമെങ്കിലും ആഡ് ചെയ്യാം. അപ്പോൾ പൊതുവേ നമ്മുടെ മക്കൾക്കൊക്കെ പച്ചക്കറി കഴിക്കാനായിട്ട് മടിയാണ്. അപ്പോൾ ഈ ഒരു തരത്തിൽ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടും. ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും നമുക്ക് ഉണ്ടാക്കാം, സ്നാക്കായിട്ടും നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ അത് രണ്ടും ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോയുടെ ലാസ്റ്റ് വരെ കാണണം. അപ്പോൾ നമ്മുടെ സൂപ്പർ ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഇതിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് പച്ചക്കറികൾ പ്രിപ്പയർ ചെയ്തിട്ട് വെക്കണം ആദ്യം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ നമ്മുടെ മത്തങ്ങ ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ മക്കൾക്കൊക്കെ പൊതുവേ കഴിക്കാൻ വേണ്ടിയുള്ളൊരു സാധനമാണ് മത്തങ്ങ. പിന്നെ കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. തക്കാളിയുടെ കുരുവൊക്കെ മാറ്റി അതിൻ്റെ ഫ്ലഷ് മാത്രം എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ബജിമുളകാണ്. നമ്മുടെ ബജിമുളക് ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ചെറിയുള്ളി കുറച്ച് വേണം, പച്ചമുളക് വേണം, കുറച്ച് കറിവേപ്പില വേണം. ഈ ബജിമുളകിന് പകരം നിങ്ങൾക്ക് ക്യാപ്സിക്കം വേണം, ക്യാപ്സിക്കം ഉപയോഗിക്കാം. അതല്ല നിങ്ങൾക്ക് എന്ത് പച്ചക്കറിയാണോ ഇതിലേക്ക് ഇതുപോലെ ചേർക്കാൻ ഇഷ്ടമുള്ളത് അതെല്ലാം നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കണമെന്നില്ല, പൊടി പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്താലും മതി. കുറച്ചും കൂടി എളുപ്പം നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുത്ത് ചേർക്കുന്നതായിരിക്കും. അപ്പോൾ പണി നമുക്ക് വേഗം കഴിക്കാമല്ലോ. ഇനി നമ്മൾ ഇതുപോലെ മിക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു പാത്രം എടുത്ത് വെക്കുക. അതിന് മേലെ ഒരു അരിപ്പ കൂടി എടുത്ത് വെച്ചിട്ട് അതിലേക്ക് ഇതുപോലെ ഒരു കപ്പ് നിറയെ അരിപ്പൊടി എടുക്കുക. വറുത്ത അരിപ്പൊടി നമ്മുടെ വീട്ടിലൊക്കെ സാധാരണ പത്തിരിടിയപ്പൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന അരിപ്പൊടി. ഞാൻ ഈ പാത്രം നിറച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അരിപ്പൊടി. അത് നമുക്ക് അരിപ്പയിലേക്ക് ഇട്ടിട്ട് അതൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഞാൻ അരിപ്പൊടി അരിച്ചെടുത്തു. അതിന് ശേഷം ഇതുപോലെ ഒരു കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്. അരിപ്പൊടി എടുത്ത് അത്രയും നിറയെ ഞാൻ എടുത്തിട്ടില്ല, അതിൻ്റെ തൊട്ട് താഴെ ഉള്ള രീതിയിലാണ് ഞാനിപ്പോൾ കടലമാവ് എടുത്തിട്ടുള്ളത്. ഈ കടലമാവ് നമുക്ക് അരിച്ചെടുക്കാം. അപ്പോൾ കടലമാവിൽ എന്തെങ്കിലും അഴുക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോവും. പിന്നെ അത് നല്ല ഫൈൻ പൗഡറായിട്ട് നമുക്ക് വേണം, അങ്ങനെ തരികൾ പാടില്ല അതിൽ. അപ്പോൾ നമ്മൾ കടലമാവും അരിച്ചെടുത്തു. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു കപ്പ് തൈര് തന്നെയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അത് ഇത്തിരി വെള്ളമുള്ളതാവാം, വെള്ളമില്ലാത്തതും ആവാം കേട്ടോ. പിന്നെ മീഡിയം പുളി മതി, നല്ല പുളിയുള്ള തൈര് നമ്മൾ ചേർക്കരുത്. ഇപ്പം ഞാൻ ചേർത്ത തൈരിൽ അധികം വെള്ളമില്ലാത്തത് കൊണ്ട് ഞാൻ കുറച്ച് വെള്ളം ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാനിത് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി എടുക്കുകയാണ്. ഇത് നല്ലോണം നമ്മളിതുപോലെ ഒരു വിസ്കർ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. അപ്പോൾ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നമ്മളിങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ തൈരിൽ വെള്ളം ഉണ്ടെങ്കിൽ അതിൽ കുറച്ചിട്ടുള്ള വെള്ളം നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി. ഇതുപോലെ നല്ല ക്രീമി ആയ രീതിയിലേക്ക് വേണം നമുക്ക് ഈ ഒരു ബാറ്റർ എടുക്കാനായിട്ട്. അപ്പോൾ 1-2 മിനിറ്റ് ഇതുപോലെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് എന്ന രീതിയിൽ നമ്മൾ ഇതുപോലെ ആക്കിയാൽ നമുക്ക് ഇതുപോലെ നല്ല ക്രീമി ടെക്സ്ചറിൽ കിട്ടും. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പച്ചക്കറികൾ നമുക്ക് ചേർത്ത് കൊടുക്കാം. മത്തങ്ങ അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കുട്ടികൾ കഴിക്കാൻ വേണ്ടിയുള്ള ബീട്രൂട്ടോ അങ്ങനെ അവർക്ക് ഇഷ്ടമില്ലാത്ത വെജിറ്റബിൾസ് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തോളൂ. അപ്പോൾ അവർ അറിയേയില്ല ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു സാധനം ഉണ്ടെന്ന്. പിന്നെ പച്ചമുളകും ചെറിയുള്ളിയും കറിവേപ്പിലയും ചെറുതാക്കി എരിഞ്ഞെടുത്തിട്ടുണ്ട്. ചെറിയുള്ളിക്ക് പകരം നിങ്ങൾക്ക് സവോള പൊടിയായിട്ട് എരിഞ്ഞെടുത്തതായാലും മതി, അതായാലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു വിസ്കിൻ്റെ ആവശ്യമില്ല, നമുക്കൊരു സ്പൂണോ ഫോർക്കോ മതി നമുക്ക് ഇനി മിക്സ് ആക്കാനായിട്ട്. അപ്പോൾ ഇതെല്ലാതും നന്നായിട്ട് നമ്മൾ ഒരു സ്പൂണോ ഫോർക്ക് വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ആക്കാം. നമുക്കിതിലേക്ക് ഇനി ഒരു 1/2 ടീസ്പൂൺ സോഡാപ്പൊടി ചേർത്ത് കൊടുക്കണം. പിന്നെ ഈ ഒരു കൂട്ടിന് ആവശ്യമായിട്ടുള്ള ഉപ്പും. ഇനി നമുക്ക് ഈ സോഡാപ്പൊടിയും ഉപ്പൊക്കെ നന്നായിട്ട് യോജിക്കുന്ന തരത്തിലൊന്ന് നന്നായി മിക്സ് ആക്കുക. നമുക്ക് ഏതാണ്ട് ഈ ഒരു തരത്തിലായിരിക്കണം നമ്മുടെ ഈ ഒരു മാവ് ഇരിക്കേണ്ടത്. അധികം വെള്ളമാവാനും പാടില്ല, അധികം ടൈറ്റ് ആവാനും പാടില്ല. ഈ ഒരു ഇത് അപ്പോൾ നമ്മൾ ചേർക്കുന്ന പച്ചക്കറികളിൽ വെള്ളത്തിൻ്റെ അംശം ഉണ്ടെന്നുണ്ടെങ്കിൽ അതനുസരിച്ചൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ ആദ്യമേ വല്ലാതെ വെള്ളം ഒഴിച്ച് നമ്മൾ കലക്കണ്ട, കുറച്ച് കട്ടിയിൽ തന്നെ നമ്മൾ ആദ്യം മാവ് നമ്മൾ കലക്കിയെടുക്കുക. അതിന് ശേഷം നമ്മൾ പച്ചക്കറികൾ ചേർത്തതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഇത്തിരി കൂടി വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതുള്ളൂ. അപ്പോൾ നമ്മുടെ ഈ ഒരു മാവ് ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് ഇതുപോലെ ഒന്ന് മൂടി വെക്കാം. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കൂട്ടൊക്കെ ഇപ്പോൾ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്. അതായത് നമ്മൾ ആ സോഡാപ്പൊടിയൊക്കെ ചേർത്തതല്ല. അപ്പോൾ ഒരു 5 മുതൽ 10 മിനിറ്റ് വരെ ഒന്ന് റെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ മാവൊക്കെ നല്ല ഒന്നും കൂടി ഒന്ന് സോഫ്റ്റ് ആവും. ഇനി നമുക്കിത് വെച്ചിട്ട് നമുക്ക് അപ്പം ചുട്ടെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ ഒരു ഫ്രൈ പാൻ വെച്ച് ചൂടാക്കുക. ഒരു മീഡിയം ഹീറ്റിലാണ് നമ്മൾ വെക്കേണ്ടത്. അതിലേക്ക് 2-3 കയ്യിൽ ഇതുപോലെ ആ ഒരു കൂട്ട് ഒഴിച്ച് കൊടുക്കുക.
എന്നിട്ട് ഇതുപോലെ ഒന്ന് സ്പ്രെഡാക്കുക നന്നായിട്ട്. അധികം കട്ടിയിലും പാടില്ല, എന്നാൽ അധികം കനക്കുറവുമല്ല. ആ ഒരു രീതിയിലാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടത് കേട്ടോ. എന്നിട്ട് ഇതുപോലെ 1 മിനിറ്റ് ഒന്ന് മൂടി വെക്കുക. അപ്പോൾ നമ്മുടെ അപ്പമൊക്കെ ഒന്ന് വേവും. ഒന്ന് വെന്ത് വന്ന് കഴിഞ്ഞാൽ നമുക്കിതിനൊന്ന് മറിച്ചിട്ടിട്ട് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ഫ്രൈ പാനിന് ഈസി ആയിട്ട് അത് പോരും കേട്ടോ, അങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല അതിന്. അപ്പോൾ അത് നമ്മൾ അത് മറിച്ചിട്ടു. ഇനി നമുക്ക് അതിൻ്റെ മേലെ വേണമെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ എന്തെങ്കിലും കുക്കിംഗ് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. നെയ്യ് ചേർക്കണ്ട കേട്ടോ, കാരണം നമ്മൾ തൈര് ചേർത്തതല്ല. അപ്പോൾ തൈരും നെയ്യും കൂടി ഒരുമിച്ച് കഴിക്കുന്നത് അത്ര നല്ലതല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ നെയ്യ് വേണ്ട, ഏതെങ്കിലും കുക്കിംഗ് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് തിരിച്ചും മറിച്ചിട്ട് 2 സൈഡും ഇതുപോലെ ഒന്ന് മൊരിയിച്ചെടുക്കുക. അപ്പോൾ അതെ നമ്മുടെ അപ്പം ഇവിടെ പാകമായിട്ടുണ്ട്. നമ്മളൊരു സ്നാക്കാക്കിയിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു കുഴിയപ്പച്ചട്ടി വെച്ച് നന്നായി ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്കതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്ത് എല്ലായിടത്തേക്കും ഒന്ന് നന്നായി സ്പ്രെഡാക്കുക. അതിനുശേഷം നമ്മുടെ സെയിം ബാറ്റർ തന്നെ ഇതുപോലെ ഓരോ കുഴികളിലേക്കും നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നിങ്ങൾക്കിത് കുഴി നിറയെ എണ്ണ ഒഴിച്ചിട്ടും പൊരിച്ചെടുക്കണമെങ്കിൽ അങ്ങനെയും പൊരിച്ചെടുക്കുക. അപ്പോൾ ഒരു സൈഡ് മുരിഞ്ഞ് വന്നപ്പോൾ ഞാനതൊന്ന് തിരിച്ച് ഇട്ട് കൊടുത്തു. അതുപോലെ തിരിച്ചും മറിച്ച് ഇട്ടിട്ട് നമുക്ക് നമ്മുടെ ഈ ഒരു സ്നാക്ക് പ്രിപ്പയർ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ മറ്റേ സൈഡ് മുരിഞ്ഞ് വന്നപ്പോൾ ഞാനപ്പോൾ കുഴിയപ്പച്ചട്ടിയിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഒരു സ്നാക്ക് എന്നുള്ള രീതിയിലേക്ക് നമുക്കിതുപോലെ പ്രിപ്പയർ ചെയ്യാം. ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാനാണെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ ചുട്ടെടുത്തിട്ടും നമുക്ക് കഴിക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണത്. കണ്ട, ഇത് കഴിക്കാനായിട്ട് നമുക്ക് വേറൊരു കറിയുടെ ആവശ്യമില്ല. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ടൊമാറ്റോ ചട്നിയോ അല്ലെന്നുണ്ടെങ്കിൽ നാളികേരത്തിൻ്റെ ചട്നി, നമ്മൾ ഇഡ്ഡലിക്കൊക്കെ ഉണ്ടാക്കുന്ന സെയിം ചട്നി കൂട്ടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കഴിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്തിട്ടും കൊടുക്കണം. ഇതുവരെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടും മറക്കരുത്. എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.